ഹലോ ഗൈസ്, ഇറ്റ്സ് മീ സോന ആൻസർ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണിത് എനിക്ക് അറിയാവുന്നില്ല. എനിക്കിപ്പോൾ നിങ്ങൾ നെഗറ്റീവ് കമൻസ് ഇട്ടെന്ന് വെച്ചിട്ട് ഞാനത് നിർത്തിയിട്ട് വീട്ടിലിരിക്കാൻ ഒന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് എന്താ പറയുക, എനിക്ക് നിങ്ങൾ നെഗറ്റീവ് ഇടുന്നത് ഞാൻ മൈൻഡ് കൂടെ ആക്കത്തില്ല. പിന്നെ ഇത്രയും നിങ്ങളിങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് കുറേ നാളുകൊണ്ട് ഞാൻ കാണുന്ന കുറേ കമൻസ് ആണിത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ തരാമെന്ന് വെച്ചിട്ടാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഇപ്പം നിങ്ങൾക്ക് എന്നെ പേഴ്സണലി അറിയാമോ? ഇല്ല. നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് വീഡിയോസിലൂടെ മാത്രമേ നിങ്ങൾക്ക് എന്നെ അറിയത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ എങ്ങനെ, എൻ്റെ രീതി എങ്ങനെ, ഞാൻ ഇങ്ങനെ അലപ്പാണ് ഒന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ആകെ ഞാൻ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്നെ അറിയത്തുള്ളൂ. അങ്ങനത്തെ നിങ്ങൾ എങ്ങനെയാണ് പറയുക ഞാൻ ഇന്ന ആളെ അനുകരിക്കുകയെന്ന്? ഇപ്പം പോട്ടെ, ഇപ്പം നിങ്ങളുടെ ഞാൻ നല്ല കമ്പനി ഉണ്ട്, പെട്ടെന്ന് ഒരു ദിവസം ഞാൻ വന്നിട്ട് ഹലോ പോയിട്ടോ ഇങ്ങനെയൊക്കെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇവളെന്തിനാ ഇന്ന ആളെ പോലെ ആവാൻ നോക്കുന്നത് നിങ്ങൾക്ക് പറയാം. പക്ഷെ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി അറിയത്തില്ല, ഒന്നും നിങ്ങൾക്ക് അതിനെ പറ്റി അറിയില്ല. ഇപ്പൊ എന്നെ പേഴ്സണലി അറിയുന്ന എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിയും അവരാർക്കും ഈ പ്രശ്നമില്ല. അവർക്കറിയാം ഞാൻ ഇങ്ങനെ പണ്ടുതൊട്ടേ ഇങ്ങനെ ഭയങ്കര ചിലപ്പോൾ ഞാൻ കളിച്ചിട്ടിരിക്കും. ഇത് ഈ ബഹളം തന്നെയാണ്, ക്ലാസ്സിലായാലും സ്കൂളിലായാലും ഒക്കെ ഞാൻ ഇതേ അല്പം ബഹളമൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആർക്കും ആ പ്രശ്നം ഉണ്ടാവത്തില്ല. പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന ആളെ കോപ്പിടിക്കുക ഇന്ന ആളെ കോപ്പിടിക്കാന്ന് പറയുന്നത്? കമന്റ് ബോക്സ് അങ്ങോട്ട് തുറക്കട്ടെ. കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ നീ ജാസ്മിൻ ജാഫർ ആവാൻ നോക്കല്ലേ, നീ ജാസ്മിൻ ജാഫർ ആവാൻ നോക്കല്ലേ. ഞാൻ എന്ത് കാര്യത്തിൽ അത് ആവാൻ നോക്കുന്നേ? എന്തോ പറയാനേ എനിക്ക് എനിക്ക് സംസാരിച്ചുകൂടെ? ഇപ്പൊ ഞാൻ പറയട്ടെ, ആ കുട്ടി ഇവിടെ അഞ്ചൽ പുനലൂരാണ്, ഞാൻ അഞ്ചൽ തന്നെയാണ്, പ്രോപ്പർ അഞ്ചലാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്തായതുകൊണ്ട് മേ ബി നിങ്ങൾക്ക് തോന്നിയാവും ഞങ്ങളുടെ സ്ലാങ് ഒരേപോലെയാണ്. അപ്പം ഞങ്ങൾ ഒരേ സ്ഥലത്താവുമ്പോഴേക്കും ഞങ്ങളുടെ സ്ലാങ് ഒരേപോലെ ആവും. ഏറെക്കുറെ എന്താ പറയാ, സംസാരം ഒരുപോലെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് അങ്ങനെ ഫീൽ ആവുന്നേ ആയിരിക്കും. ഇപ്പം എന്ത് കമന്റ് വരുന്നതാണ്, എന്റെ ഈ സംസാരം മാറ്റിയാൽ ഈ കമന്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റില്ല. ഞാൻ എന്ത് കാര്യത്തിനാ, ഞാൻ ശീലിച്ചു വന്ന എന്റെ സംസാരം ഞാൻ കുറയ്ക്കുന്ന എന്ത് കാര്യത്തിനാ? ഇപ്പം എനിക്ക് ഇത്രയും നാൾ ഇങ്ങനെ അലച്ചിട്ടിരുന്നിട്ട് പെട്ടെന്ന് നാളെ തൊട്ട് ഇങ്ങനെ അലക്കാണ്ടിരിക്കണം എന്ന് വിചാരിച്ചാൽ എന്നെ കൂടെ പറ്റുന്ന കാര്യമില്ല. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങളിനി എത്രത്തോളം നെഗറ്റീവ് എന്നെ പറഞ്ഞാലും എനിക്കത് പ്രശ്നമേ ഇല്ല. പിന്നെ ഇതിങ്ങനെ കുറേ ആയിട്ട് കമന്റ് വരുന്നതുകൊണ്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ തരണമെന്ന് തോന്നി, അതുകൊണ്ടൊരു വീഡിയോ ഇട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴല്ല, ഞാനൊരു 3-4 years ആയിട്ട് ഈ ഒരു ഫീൽഡിലുള്ളതാണ്. അപ്പം യൂട്യൂബിൽ അങ്ങനെ അധികം ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പോഴാണ് യൂട്യൂബ് എടുത്ത് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പൊ എന്റെ മുന്നത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ പണ്ടോട്ട് അലപ്പാന്നോ അൽപ്പറയോ എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. അല്ലാണ്ട് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നീ ഇന്ന ആളാവും നോക്കുക, നീ ഇന്ന ആളാവും നോക്കുക കാരണം ഞാനത് കേൾക്കത്തില്ല. ഞാൻ ഈ വീഡിയോസ് നിർത്താനും പോകുന്നു. സാഹി കിട്ട് ഗൈസ്, കമന്റ് കണ്ട് ഞാൻ തന്നെ ആളെ ഇവര് എന്റേതായത് ഇവരിങ്ങനെയെന്ന്. ഒരാൾ ഈ രീതി സംസാരിക്കണം പറഞ്ഞോണ്ട് എനിക്ക് അങ്ങനെ സംസാരിച്ചോളുന്നുണ്ടോ? ഇത് എന്തൊരു കഷ്ടമായത്. എനിക്കിവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി ഇല്ലേ? ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഇനിയെങ്കിലും നിങ്ങൾ എന്റെ വീഡിയോസ് കണ്ടിട്ട് അതിലുള്ള ഡൗട്ട്സ് എന്നോട് ചോദിക്കൂ, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് പറയും, ഞാൻ ഉറപ്പായിട്ട് അതൊക്കെ കേൾക്കും. പക്ഷെ നീ ഇന്ന ആവാൻ നോക്കണ്ട, നീ ഇന്നലെ കൂടി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്റെ വേ ഓഫ് ടോക്കിങ് ഇതാണ്. അപ്പൊ അത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാരണം എനിക്ക് അങ്ങനെ മാറ്റാൻ പറ്റില്ല. കാരണം ഞാൻ കുഞ്ഞിലോട്ട് ശീലിച്ചു സാധനം പെട്ടെന്ന് ഇന്ന് മാറ്റണം മാറ്റണമെന്നാണ് എന്നെ കൊണ്ട് പറ്റുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. കുറേ നാളുകൊണ്ട് ഇങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അതിലുള്ള ഗൈസ് ബൈ.